ഞാൻ LLB വിത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്റഗ്രേറ്റഡ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി എടുക്കാൻ താല്പര്യം. ശരിക്കും ഈ ക്രിമിനൽ സൈക്കോളജിന്റെ സ്കോപ്പ് എന്താ? ചില ആൾ എന്ത് ചെയ്യും, ഇതാണ് ഈ വഴി പോയാൽ മതി, ഈ റൂട്ട് സെലക്ട് ചെയ്താൽ മതി എന്ന് പ്രഷർ ചെയ്യുന്ന കുറെ ആളുകളുണ്ടോ അല്ലെ? പക്ഷെ നമ്മളൊരു ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് പുറകെ പോകുമ്പോൾ ഒരിക്കലും അത് നമുക്ക് ജോലി ആയി തോന്നില്ല അല്ലെ? ഹ്യൂമാനിറ്റീസ് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നിങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റൻഷ്യലി ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്താൽ അവിടുത്തെ ക്വാളിറ്റി തന്നെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഇന്ത്യയിൽ കുറച്ചും കൂടി ബുക്കിഷ് ലേണിംഗ് ആണ്. അപ്പോൾ ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എല്ലാം കുറച്ചുകൂടി എക്സ്പീരിയൻസ്, കേസ് ബേസ്ഡ് അങ്ങനെ പഠിച്ചാലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ അബ്രോഡ് പഠിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ എന്താ അവരുടെ ഒരു ഫസ്റ്റ് കൺസേൺ എന്തായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ മെസ്സേജ് വരുന്ന ഒരു കാര്യം, ആഫ്റ്റർ പ്ലസ് ടു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ പാഷൻ എന്താണ്, ഞങ്ങളുടെ കരിയറിൽ എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത്, ഒന്നും ഞങ്ങൾക്ക് ഐഡിയ ഇല്ല, ഞങ്ങൾക്കൊരു ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഈവൻ ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, ബേസിക്കലി എല്ലാവർക്കും ഈവൻ നമ്മൾ പോലും ഈ ഒരു സമയത്ത് കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് ആർക്കും കിട്ടിയില്ല. ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ട് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാര്യങ്ങൾ പ്രവചിച്ച് കറക്റ്റ് നടപ്പിലാക്കാൻ എത്ര വർഷം കഴിഞ്ഞാലും അപ്പോൾ അത് നമുക്കൊരു കൺഫ്യൂഷൻ. പക്ഷെ നമ്മൾ ആ ഒരു ജേർണിയിൽ നമ്മൾ മനസ്സിലാക്കും, യെസ് ഈ പോയിന്റ് ആണ് എൻ്റെത്. ചിലപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ചെയ്ത കാര്യം. ഇപ്പോൾ ഞാനത് പറഞ്ഞിരുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ കരിയർ എങ്ങനെ ചൂസ് ചെയ്യാന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അംബിഷൻ, നമ്മുടെ പാഷൻ എങ്ങനെ തിരിച്ചാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആഫ്റ്റർ പ്ലസ് ടു എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഞാൻ ഏവിയേഷനാണ് പഠിച്ചത്. ഞാൻ എയർപോർട്ടിലെ ജോലി ചെയ്തു. പക്ഷേ അവിടെ 6 മാസം കഴിഞ്ഞ് ഞാനത് ഒഴിവാക്കിയ ജോലി. കാരണം എനിക്കറിയാം എനിക്ക് മടുപ്പ് തുടങ്ങി, എൻ്റെ പാഷൻ അതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചിലപ്പോൾ ഒരു കോഴ്സ് എടുക്കുമ്പോഴേക്കും തോന്നുക എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ നിങ്ങൾ അടുത്തേക്ക് തോന്നും. പക്ഷെ ഇവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ കാരണം, നിങ്ങളെ ഒരു വീഡിയോ ആക്കി ചെയ്യാൻ കാരണം, ഇവര് കൃത്യമായി പറയുന്നു ഞങ്ങൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന UK-ലാണ് 3 പേരും 3 കോഴ്സും സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സ്? നക്ഷത്ര പറ. ഞാൻ LLB എടുക്കാൻ പ്ലാൻ ചെയ്തത് 10th ശേഷം എനിക്ക് മിഷേനെ കിട്ടി. അതുവരെ പുറത്ത് പോയി പഠിക്കണം എന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മിഷേനെ കിട്ടി, പിന്നെ ഐഷേനെ കിട്ടി. അതിനുശേഷം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ നമ്മളെ ലീഡ്സ് പാക്കേജിൽ നിന്നും മാഞ്ചസ്റ്റർ മെട്രോപോളിയിൽ നിന്നെല്ലാം നമുക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ LLB വിത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്റഗ്രേറ്റഡ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി എടുക്കാൻ താല്പര്യം. ക്രിമിനൽ സൈക്കോളജി എനിക്ക് സൈക്കോസിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. സൈക്കോസിനെ കണ്ട് ഫോട്ടോ എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്തിനാ അങ്ങനെ തിങ്ക് ചെയ്യുന്നത്? അവര് ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺ, ഒരു ലൈക്ക് അവരും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ്, അവര് ഇങ്ങനെ തിങ്ക് ചെയ്യുക. ശരിക്കും ഈ ക്രിമിനൽ സൈക്കോളജിന്റെ സ്കോപ്പ് എന്താ? നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നമുക്ക് പോലീസ് ബേസ് ആയിട്ട് പണിയെടുക്കാം. പിന്നെ നമ്മളിപ്പോ ശരിക്കും അങ്ങനത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടായിരിക്കുക, അതായത് ഇത്തരം ആളുകളുമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെടല്ലേ? ഞാനായിട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര താല്പര്യം. ശരിയല്ല, അത് താല്പര്യം, ഇൻട്രസ്റ്റ് ഭയങ്കര സംഭവം. നമ്മളെ ഇൻട്രസ്റ്റ് എന്താ നമ്മൾ തിരിച്ചറിയണം, അതിന്റെ പുറകെ നമ്മൾ പോകേണ്ടത്. അല്ലാതെ നമ്മൾ ചില ആൾ എന്ത് ചെയ്യും, ഇതാണ് ഈ വഴി പോയാൽ മതി, ഈ റൂട്ട് സെലക്ട് ചെയ്താൽ മതി എന്ന് പ്രഷർ ചെയ്യുന്ന കുറെ ആളുകളുണ്ടോ അല്ലെ? പക്ഷെ നമ്മളൊരു ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് പുറകെ പോകുമ്പോൾ ഒരിക്കലും അത് നമുക്ക് ജോലി ആയി തോന്നില്ല അല്ലെ? നമ്മളിപ്പോ ഞാനും സാറിപ്പോ ഞങ്ങൾ ഇനിയുടെ 12 എവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് ജോലി ആയി തോന്നില്ല. ഞങ്ങളെ പാഷൻ ഇതാണ്. ഒരു പാഷൻ നമ്മൾ ഒരിക്കലും പഠിപ്പിക്കാത്ത സാധനം. ഞങ്ങൾ ലൈവ് ഇങ്ങനെ കുറേ മണിക്കൂർ എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഇതെങ്ങനെ പറ്റുന്നത്? അത് ജോലി ആയിട്ടാണെങ്കിൽ അത് ഒക്കെ നമ്മൾ 1 മണിക്കൂർ ഞങ്ങൾ ടൈമായി ഇങ്ങനെ പോകും. അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേട്ടത് കഴിഞ്ഞ പബ്ലിക് എക്സാംസ് ആണ്. കാരണം ഞങ്ങൾക്ക് 7 മുതൽ +2 വരെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഗ്യാപ്പ് പരീക്ഷ ഇടയിലുണ്ട്. ഒരു ഫുൾ ക്ലാസ് ആയിരുന്നു. അതായത് രാവിലെ ഞങ്ങൾ 9 മണിക്ക് 10ാം ക്ലാസ് കയറിയാൽ ഈവനിങ് ഞങ്ങൾ +2ലേക്ക് കയറുക. ഫുൾ ടൈമാണ്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഒരു മടുപ്പ് തോന്നുന്നത് ഞങ്ങളുടെ പാഷൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ചിലപ്പോൾ പാരന്റ്സ് അത് ചെയ്യും. ഒബ്വിയസ്ലി പാരന്റ്സിന് ഒരു കൺസേൺ ഉണ്ടായിരിക്കും, അവർ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കും കൂടി ആ ഒരു സാധനം ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കാന്നല്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരിക്കലും അവരെ കുറ്റമല്ല. നമ്മളെ കണ്ടത് അത്രേ ഉള്ളൂ. ഒരു ഇഷ്ടം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം യെസ്. പിന്നെ ലോ തന്നെയാണ് പണ്ട് മുതലേ എനിക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടി ലൈക്ക് ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ സർവീസ് അങ്ങനത്തെ കാര്യമെല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ വേൾഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, ലൈക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിലും അങ്ങനെയൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ലൈക്ക് ഫോളോ അപ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഫോളോ ചെയ്തിട്ട് LLM എടുക്കാനാണ്. വെരി ഗുഡ്. എന്താണ് ഇപ്പോൾ നമ്മള് ഇവിടുന്ന് ലോ എടുക്കാതെ പുറത്തു പോകാനുള്ള കാരണം എന്താ? അവിടുത്തെ ക്വാളിറ്റി തന്നെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഇന്ത്യയിൽ കുറച്ചും കൂടി ബുക്കിഷ് ലേണിംഗ് ആണ്. അപ്പോൾ ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എല്ലാം കുറച്ചുകൂടി എക്സ്പീരിയൻസ്, കേസ് ബേസ്ഡ് അങ്ങനെ പഠിച്ചാലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ UK ആണ് എനിക്ക് അറിയാഞ്ഞൊരു ചോദിക്കാണ്. അപ്പൊ അവിടെ ആ രീതിയിലാണോ അവിടുത്തെ സിലബസും സിലബസ്? എങ്ങനെയാ നിങ്ങൾ ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയത്?
എന്തെങ്കിലും കൺസൾട്ടൻസി ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി പഠിച്ചാണോ? അതെ, ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു കസിൻ സിസ്റ്റർ അവിടെയാ പഠിക്കുന്നത്. അപ്പോൾ ആ ഏച്ചി വഴി ഒരു ഏജൻസി വഴി ഞാൻ പഠിക്കാം. നമ്മള് നിങ്ങൾ 3 പേരും ഹ്യൂമാനിറ്റീസ് ആരല്ലേ? അല്ല ഇവള് സയൻസ്. സയൻസ് അല്ലേ? നിങ്ങൾ 2 പേരും ഹ്യൂമാനിറ്റീസ് ആരല്ലേ? സൈക്കോളജി എടുത്തോണ്ട് അല്ല ഇവളെ നമുക്ക് NSS ക്യാമ്പ് എനിക്ക് ലാബ് ചെയ്യണമെന്ന് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. അല്ലാണ്ട് എന്നെ ആരെങ്കിലും അത് ഇത് ചെയ്ത് പറയാൻ പാടില്ല. അല്ല ഇവിടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് എന്താണ് സ്കോപ്പ്? നമ്മൾ കമ്പാരിറ്റീവ് നമ്മൾ ഈ ആഫ്റ്റർ പ്ലസ് സ്ട്രീമിന് നമ്മൾ തന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ല അങ്ങനെ നമുക്ക് ഉണ്ടാവാൻ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റി നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ ബെസ്റ്റ് ആവണം. നമ്മൾ എവിടെയാണോ അവിടെ ബെസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സയൻസ് എടുത്തുകൊണ്ട് മാത്രം ആർക്കും നല്ല എത്താനൊന്നും കഴിയില്ല. ഇനി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്താണെങ്കിൽ അവിടെ നമ്മൾ എവിടെയാണോ, ഇനിയിപ്പോ ഞാൻ ഇവിടെ ജോലിക്ക് എടുക്കുക ഇവിടെ ഞാൻ ബെസ്റ്റായി മാത്രം എനിക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു മെന്റാലിറ്റി നമ്മളെ കയ്യിൽ വേണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നിങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റൻഷ്യലി ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്താണ്? ഇന്റൻഷനലി എടുത്തതാണ്. ഞാനും വിഷയം CBSE പഠിച്ചതാണ്. നമുക്ക് രണ്ടാൾക്കും CBSE തന്നെ സയൻസ് ബാച്ച് എടുത്ത് പഠിക്കാനുള്ള അത്ര മാർക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ വീട്ടില് ഇല്ല എനിക്ക് ഹ്യൂമാനിറ്റീസ് തന്നെ വേണം പറഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് വന്നതാ. ഇവളും അതുപോലെ പാലയില്ലേ അവിടെ പോയിട്ട് ബ്രില്യൻസില് JEയും നീറ്റിനും വേണ്ടി സയൻസ് പഠിച്ചോണ്ടിരുന്നതാണ്. തിരിച്ചു വന്ന എന്റെ അമ്മ +1 +2 ഫിസിക്സ് ടീച്ചറാണ്. അമ്മ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് പണ്ട് മുതലേ സോഷ്യൽ സയൻസ് ഇഷ്ടമായോണ്ട് അമ്മ പറഞ്ഞു. അല്ല ഇത് ശരിക്കും പറയേണ്ട കാര്യമാണ്. കാരണം പാരന്റ്സ് ആ ഒരു നാരോ മൈൻഡ് മാറ്റേണ്ട സമയം എപ്പോഴൊക്കെ നമ്മളൊരു ബ്രോഡായിട്ട് കാര്യങ്ങൾ, കാരണം കുട്ടികളെ ഇഷ്ടങ്ങൾ, ഫ്യൂച്ചർ എന്താണ്, അവരുടെ ആഗ്രഹം എന്താണ്, ഇത് അറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇനി പിന്നെ നിങ്ങൾ അബ്രോഡ് പഠിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ എന്താ അവരുടെ ഒരു ഫസ്റ്റ് കൺസേൺ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്ന സമയത്ത് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഭയങ്കര സപ്പോർട്ടീവ്. ഞാൻ എൻ്റെ ഉമ്മ പറഞ്ഞു 10th ഭയങ്കര ടഫ് തന്നെ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പഠിക്കാൻ ഇരിക്കുകയില്ല. എനിക്ക് സയൻസ് കിട്ടുക തന്നെ ലക്കില്ല. പക്ഷെ എനിക്ക് ലാബ് കണ്ടിട്ട് മാത്രമേ ഞാൻ സയൻസ് എടുത്തത്. മാത്സ് ഉണ്ടാവും ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. ലാബ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ ഞാൻ ട്രൈ ചെയ്യും. ഡിഫറെന്റ് ആയിട്ടുള്ള എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഒരു യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, എല്ലാവരുമായിട്ട് ചെയ്യുന്നതിൽ ഡിഫറെന്റ് ആയിട്ടല്ലേ? യെസ്, അപ്പൊ അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ.